എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ വഞ്ചനയിലൂടെ കൊല ചെയ്യുന്നതിന്റെ ലീഡർഷിപ്പ് മുഹമ്മദ് റിയാസിനാണ് എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് ജനങ്ങൾ മനസ്സിലാക്കില്ലേ? ഈ നാട് മുഴുവൻ 10-15 വണ്ടിയിൽ മൈക്ക് കെട്ടിയിട്ട് PV അൻവറിനെ വിളിക്കുന്ന തെറി നാട്ടിലെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. പരസ്യപ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്കൊപ്പം ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ ചേരുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറിലെ പ്രതീക്ഷകൾ? അവസാന മണിക്കൂറിൽ പ്രതീക്ഷയല്ല, ജനങ്ങളെ ഉറപ്പിച്ചിരിക്കുകയാണ്. ബേപ്പൂരിലൊരു മാറ്റം ഉണ്ടാകും. ഇവിടെ ഒരു ജനകീയ സംവിധാനത്തിലേക്ക് ഈ നാട് മാറും. ഈ ഏകാധിപത്യ കുടുംബാധിപത്യ പ്രവണത ഈ മണ്ഡലത്തിൽ അവസാനിക്കും. വികസനം നടക്കും. ആശുപത്രി ഉണ്ടാവും, ഡോക്ടർമാരുണ്ടാവും. കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുകളിൽ 11ാം ക്ലാസ്സിൽ സീറ്റുകൾ വർദ്ധിക്കും. കുടിവെള്ളം എല്ലാ നാട്ടിലെത്തും. അത് തന്നെയാണ് ജനങ്ങളുടെ പ്രശ്നം. ഈ പറഞ്ഞതൊന്നും ഈ നാട്ടിലില്ല. വ്യക്തിഹത്യ മറ്റ് മണ്ഡലങ്ങൾക്ക് അപേക്ഷിച്ച് ഏറെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. ഈ നാട് മുഴുവൻ 10-15 വണ്ടിയിൽ മൈക്ക് കെട്ടിയിട്ട് PV അൻവറിനെ വിളിക്കുന്ന തെറി നാട്ടിലെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഭരണതലത്തിലുള്ള അപ്രമാദിത്വത്തെയാണ് മരുമോനിസം എന്ന് വിളിച്ചത്. ഒരു മരുമാന് മാത്രം കിട്ടുന്ന പ്രത്യേക ആനുകൂല്യം ആസ് എ മിനിസ്റ്റർ എന്ന നിലക്ക്. അദ്ദേഹം SFIയും DYFIയും പാർട്ടിയൊക്കെ ആയി വളർന്നു വന്നതാണ് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നവനാണ് ഞാൻ. പക്ഷെ ഒരു മന്ത്രിക്കും കിട്ടാത്ത അധികാരങ്ങളും ഇവിടെ 3 ഹെൽത്ത് സെന്ററുകൾ പൂട്ടിക്കിടക്കുകയാണ്. അത് പൂട്ടിക്കിടക്കുന്നതിന് കാരണം അൺഫിറ്റായി പോയതാണ് ബിൽഡിംഗ്. ആ ബിൽഡിംഗ് പുതുക്കി പണിയാൻ പണമില്ല എന്ന് പറയുന്ന ഇതേ മന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ മേന്മകളായി പറഞ്ഞ അദ്ദേഹം അച്ചടിച്ച് പ്രസിദ്ധം ചെയ്ത പത്രത്തിൽ 4.5 കോടി രൂപ ഫറോക്ക് PWD റെസ്റ്റ് ഹൌസ് റിനോവേറ്റ് ചെയ്യാൻ, കൊട്ടാരമാക്കി മാറ്റാൻ 4.5 കോടി രൂപ ചെലവഴിച്ചെന്ന് അദ്ദേഹം പറയണം. 24 കോടി രൂപ ബേപ്പൂർ ഫെസ്റ്റിന് വേണ്ടി ഞാൻ ചെലവഴിച്ചു എന്ന് അദ്ദേഹം പറയണം. ഇവിടെ ആശുപത്രി കെട്ടിടം നന്നാക്കാനോ പുതുക്കി പണിയാനോ പണമില്ല. 10-25 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനങ്ങൾ നടന്നുപോകും. അതുപോലും ഇല്ല എന്ന് പറയുന്ന അതേ മന്ത്രിയാണ് ഈ 4.5 കോടി ചെലവഴിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ എങ്ങനെയാണ് ഫൈനാൻസ് ക്ലിയറൻസ് അതിന് കൊടുക്കുക? ആശുപത്രികളിൽ കൊണ്ടുകൊടുത്ത മരുന്ന് തിരിച്ചെടുക്കുകയാണ് പല കമ്പനികളും പണം കിട്ടാത്തതിന്റെ പേരിൽ. നിങ്ങളൊക്കെ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്താണ്. ഈ അവസ്ഥ കേരളത്തിൽ തുടരാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പോലും ഈ മലയോര മേഖല കടലോര മേഖലയിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ഒരു മണ്ഡലത്തിൽ എങ്ങനെ ഇത്രയധികം പണം മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ അദ്ദേഹത്തിന് മാത്രം കിട്ടുന്നത്? അത് അദ്ദേഹത്തോടുള്ള ഭയപ്പാടാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന ആ ഭയവും ആ കൺസിഡറേഷനുമാണ്. അതിനെയാണ് ഞാൻ ഇസം എന്ന് വിളിച്ചത്. ആ ഇസത്തിന്റെ പേരിലാണ് ഇവിടെ അദ്ദേഹത്തിന്റെ ഓടിക്കൊണ്ടിരിക്കുന്ന സകലമാന വണ്ടികളിൽ നിന്ന് എന്തൊരു വൃത്തികെട്ട ഭാഷയെ പറയുന്നത്. അത് ജനങ്ങളിവിടെ കാണുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് ഞാനൊന്നും അറിയില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഇങ്ങനെ മാറി 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 സിഗ്സാഗിൽ പോവാണ്. പിന്നെ ഞാൻ ജയിച്ചു വലിയ വോട്ടിൽ നിന്ന് വീമ്പിളക്കുന്നതിനപ്പുറം എന്താ സ്ഥിതി? അയാൾ തോറ്റു എന്ന് അയാൾ തന്നെയല്ല തീരുമാനിച്ചത്. 4 അപരന്മാരെയല്ല നിർത്തിയത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മിനിയാന്ന് എന്താ പറഞ്ഞത്? ജനാധിപത്യത്തെ കൊല ചെയ്യുകയാണ്. ഒരു വോട്ടർ അവരുടെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. ആ ഉദ്ദേശത്തെ വളഞ്ഞ വഴിയിലൂടെ അപരന്മാരെ നിർത്തി തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ കൊലയാണ് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2 ദിവസം പോകും. എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ വഞ്ചനയിലൂടെ കൊല ചെയ്യുന്നതിന്റെ ലീഡർഷിപ്പ് മുഹമ്മദ് റിയാസിനാണ് എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് ജനങ്ങൾ മനസ്സിലാക്കില്ലേ? ഇതൊക്കെ ഇവിടെ ചർച്ചയുണ്ട്. ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും. ബേപ്പൂരിലെ ജനങ്ങൾ കുടിവെള്ളം കുടിക്കും. കുട്ടികൾ സ്കൂളിൽ പോകാൻ ക്ലാസ് ഉണ്ടാവും. കുട്ടികൾക്ക് പോകാൻ സർക്കാർ ബസ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള അടിസ്ഥാന വികസന കാര്യത്തിലാണ് നമ്മൾ ഊന്നൽ നൽകുന്നത്. അതിവിടെ നടപ്പിലാവും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ ഉണ്ടായിരുന്നു. വെറുമൊരു MLA ആയിരിക്കില്ല PV അൻവർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ UDF ഭരണത്തിൽ വന്നാൽ ഉണ്ടാകും എന്നുള്ള വാഗ്ദാനം കൂടിയാണ്. അല്ല, അതൊക്കെ UDF ലീഡർഷിപ്പ്, അദ്ദേഹം UDF ചെയർമാൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് പറയാനുള്ള അധികാരമുണ്ട്, അദ്ദേഹം അവകാശമുണ്ട്. അത് നോക്കാം നമുക്ക്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ വിഷയം പിണറായിസും ഈ കുടുംബാധിപത്യം അവസാനിപ്പിക്കാതെ ഞാൻ MLA-ഷിപ്പ് തന്നെ ഒഴിവാക്കിയിട്ട് ജനങ്ങളിലേക്ക് ഈ വിഷയമായി ഇറങ്ങിയതല്ലേ. അപ്പോൾ എന്റെ ബ്രെയിനിൽ ഇപ്പോൾ ആ കാര്യങ്ങളൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമേ എന്റെ ബ്രെയിനിലുള്ളൂ. അതായത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ സന്തോഷം നൽകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളും. ഇതിനു മുമ്പ് അദ്ദേഹം കുറെ വിസ്മയങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ വിസ്മയങ്ങൾ നടന്നല്ലോ. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിസ്മയത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത് അതും നടക്കുമായിരിക്കാം. ഓക്കെ. വലിയ പ്രതീക്ഷയോടുകൂടെ PV അൻവറിന്റെ പ്രചാരണം പുരോഗമിക്കുകയാണ്. ബേപ്പൂരിൽ നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.